ഗൃഹോപകരണ രംഗത്ത് ഗുണമേന്മയുള്ള വീട്ടുപകരണങ്ങൾക്ക് മാത്രമായി ജനതയുടെ നവീകരിച്ച ഷോറൂം ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. പങ്ങാരപ്പള്ളി ആതിര ഗ്രാമീണ വായനശാലയുടെയും കലാ സാംസ്കാരിക വേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രസിദ്ധീകരിച്ച ജ്വാലയ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ സജയൻ എളനാടിന് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. പങ്ങാരപ്പള്ളി ആതിര ഗ്രാമീണ വായനശാല കലാ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജെനി ടിജു രചിച്ച ജ്വാലയ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഭംഗിയായി നടന്നു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ സജയൻ എളനാടിന് പുസ്തകം നൽകിയാണ് ചടങ്ങ് നിർവഹിച്ചത്. ഈ കലാ സാംസ്കാരിക സമിതി ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പല പരിപാടികൾ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു ചെറിയ പരിപാടിയില്ല. KP എന്നെ വിളിച്ചിരുന്നു. എൻ്റെ വെല്ലച്ചൻ്റെ മോൾക്ക് ജെയിനി ടീച്ചോന് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു. സാധാരണ നമ്മുടെ ഈ ഇടയിലൊന്നും ആരും എഴുതാറ് കാര്യങ്ങളും നീ എന്താ പറയുക വിളിച്ചു. എൻ്റെ വെല്ലച്ചൻ്റെ മോളാണ്, അതൊന്ന് പ്രകാശനം ചെയ്യണമെന്ന് ആലോചിക്കേണ്ടത്. അപ്പോൾ പുസ്തകത്തിൻ്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കൂടുതൽ പറയുന്നത് അത് അവളായിട്ട് സംസാരിച്ചോളാം പറയാം. അപ്പോൾ എന്ത് തന്നെയായാലും ഇത് ചെറിയ പരിപാടിയല്ല അച്ഛനേട്ടാ, ഇത് വലിയൊരു പരിപാടിയാണ്. വലിയ സന്ദേശമാണ് കൊടുക്കുന്നത്. പങ്ങാരപ്പള്ളി ഈ മേഖലയിൽ നിങ്ങൾക്കെല്ലാം തലവെച്ച് നിൽക്കാവുന്ന രീതിയിലുള്ള ജെനി ടിജോ ഒരു യുവ എഴുത്തുകാരി നമ്മളിലൂടെ വളർന്നു വരികയാണ്. അതിനെല്ലാവരും പിന്തുണയും നമുക്ക് കൊടുക്കണം. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ജെനി ടിജോനെ ചേർത്ത് പിടിക്കാൻ ഉദ്ദേശിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ വായനാശീലം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു യുവതി എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചത് വായനശാലയ്ക്കും പങ്ങാരപ്പള്ളിക്കും വലിയ അഭിമാനവും ഭാഗ്യവുമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ സജയൻ എളനാട് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികളും യുവാക്കളും വായിച്ചു വളരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിച്ചു. തന്റെ നോവലുകളെക്കുറിച്ചുള്ള അനുഭവങ്ങളും അദ്ദേഹം പങ്കുവച്ചു. ആതിര കലാ സാംസ്കാരിക സമിതി പ്രസിഡന്റ് PA അച്ഛൻകുഞ്ഞ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് MM അബ്ബാസ് സ്വാഗതം ആശംസിച്ചു. ഗ്രന്ഥകർത്താവായ ജെനി ടിജുവിന് വായനശാല സെക്രട്ടറി KS ഉദയൻ ഉപഹാരം നൽകി ആദരിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP ഷാജി, വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ വിനോദ് പന്തലാടി, വാർഡ് മെമ്പർമാരായ AG ഷാജി, K സുരേഷ് കലാമണ്ഡലം, ഗീത ഉണ്ണികൃഷ്ണൻ, രമണി, പ്രിയ ബാലാജി എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു. ആതിര ഗ്രാമീണ വായനശാല രക്ഷാധികാരി K ശ്രീകുമാർ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് CCV. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, BVOC, മെഡിക്കൽ ആപ്പ്, നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ.